ഹാഫ് കഴിഞ്ഞപ്പം എല്ലാവരും എന്താ ഈ രോമാഞ്ചം എന്ന് പറയത്തില്ല അവസാനം വന്നു. ലാലേട്ടൻ കസറിയോ പ്രശ്നമില്ല. എനിക്ക് എൻ്റെ പിള്ളേരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയല്ല, എന്റെ മോനെ തൂക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലത്തൂക്ക് ഒരു രക്ഷയല്ല. ജംഗിൾ പൊളി അല്ല, എന്താ വൈൽഡ് ഫയർ. ഇതൊക്കെ എന്ത് ആയിരുന്നു. രാവിലെ 6 മണിക്ക് വന്ന് കണ്ട ഒരു എല്ലാ പ്രാർത്ഥനയ്ക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടും. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുവോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൂസിഫറിനെ പോലെ തന്നെ അത്ര ഒരു ലെവലിൽ എത്തിച്ചു. അപ്പം തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്. ആരാ കൂടുതൽ പെർഫോം ചെയ്ത ആരാണ് സിനിമയില്? സമാധാനായിട്ട് പോയ സിനിമ ഉണ്ടോ? നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ്. ഗംഭീരം, അടിപൊളി സിനിമ, സൂപ്പർ മേക്കിംഗ്. ആ കൊടുത്ത ഹൈപ്പിനുള്ള എല്ലാം ഉണ്ടോ? പിന്നെ അതിനപ്പുറം അഭിനയിച്ചവരെല്ലാം അവരുടെ കഥാപാത്രങ്ങൾ ഏറ്റവും ഗംഭീരമാക്കി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സ്കോർ. എനിക്ക് സന്തോഷമായി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്ത് പറ്റി? കൊള്ളില്ല. എന്താണ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. വലിയ ഒരു ഓവർ ഹൈപ്പിൽ വന്നുകൊണ്ടാണ്. പാർട്ടിന്റെ 7 അയലത്തില്ല. ബേസിക്കലി ഞാനൊരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാനാണ്. ഞാൻ നിരാശനായിട്ടില്ല, പക്ഷേ ലൂസിഫർ കണ്ടിറങ്ങുമ്പോൾ ഉള്ള കഥാസ്ഥില്ലേ ആ ലെവലിൽ എത്തിയിട്ടില്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ലൂസിഫർ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ലൂസിഫറോട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നി? ലൂസിഫർ ആണ് ബെസ്റ്റ്. ഇതല്ല. എനിക്ക് എൻ്റെ പിള്ളേരും ദുരജിന്റെ ആ ഒരു കോൺഫിഡൻസ് എല്ലാ ക്യാരക്ടേഴ്സും. ശരി, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എങ്ങനെയുണ്ട് സിനിമ? ഒരു രക്ഷയില്ല, കാത്തിരുന്നത് വെറുതെ ഇല്ലേ? എങ്ങനെയുണ്ടോ? കൂടുതൽ ആരാ പെർഫോം ചെയ്താരാ കൂടുതൽ?